നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന പലരും കാണുന്നുണ്ട്. അതിൽ നമ്മൾ നന്നാവണം എന്ന് ഉദ്ദേശിച്ച് നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാവും. എപ്പിക് ട്രാവൽ സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നു നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തങ്കമണിക്കടുത്തുള്ള നമ്മുടെ തമ്പുരാൻകുന്ന് എന്ന് പറയുന്ന വ്യൂ പോയിന്റിലാണ്. ഇവിടെ ഒരു അടിപൊളി റിസോർട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ചെറിയ ബഡ്ജറ്റ് ആയിരിക്കുമോ വലിയ ബഡ്ജറ്റ് ആയിരിക്കുമോ എന്നൊക്കെ അവരോട് ചോദിച്ചു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ചെറിയ ബഡ്ജറ്റാണെന്നാണ് നമ്മുടെ ഇവിടെയുള്ള ഒരു കുട്ടി പറയുന്നത്. സൈക്കിൾ ഓടിക്കുന്ന കുട്ടിയുടെ പേരെന്താണ്? സിദ്ധാർത്ഥ വിഷ്ണു എന്നാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ മിഥുൻ പറയുന്നതാണ്. ഗൈസ്, ഇവിടെ നല്ല രസമുണ്ട് കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. നിങ്ങൾക്ക് നോക്കി അറിയാം, ഇവിടെ എൻ്റയർലി അടിപൊളി വൈബ് വ്യൂ ആണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനും ക്യാമ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഇതിന്റെ ചുറ്റും പരിസരത്തും എല്ലാം മുമ്പ് വന്നിട്ടുള്ള സഞ്ചാരികൾ നമ്മുടെ സ്വന്തം നാടാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു സ്ഥലം. നമ്മുടെ അനൂപ് തന്നെ ഇവിടെ നിന്ന് സൈക്കിളൊക്കെ ചവിട്ടി യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളാണ്. നമ്മുടെ അൽജോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ നമ്മൾ അൽജോനെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. ഇങ്ങോട്ട് വരാമോ? ഇവിടെ തന്നെ നോക്കിയാൽ കാണാം. നമുക്ക് അത്യാവശ്യം ഈ സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും. നമ്മുടെ തങ്കമണി ഏരിയ, അച്ചങ്ങാനം, ഇവിടെ എല്ലാം അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പം നിങ്ങൾ നമ്മുടെ ഇടുക്കിയിലൊക്കെ വരുമ്പം സ്റ്റേ ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ റിസോർട്ട്, ഞാൻ ഈ റിസോർട്ട് പ്രിഫർ ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഫ്രീഡം ഉണ്ട്. അങ്ങനെ ഒരുപാട് നോയ്സ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ അല്ലേ? സൺസെറ്റ് കാണാം, സൺറൈസ് കാണാം. മോനെ, നിനക്ക് എന്നാ പറയാനുള്ളത് റിസോർട്ടിനെ കുറിച്ച്? ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തെ കുറിച്ചൊക്കെ എന്നാ നിനക്ക് പറയാനുള്ളത്? അടിപൊളി അന്തരീക്ഷമാണ്. എന്നാലും നല്ല കാറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതാ. ഇവിടത്തെ കാറ്റാണ് കാറ്റ്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്. ഇവിടത്തെ ഉള്ള ചുറ്റുവട്ടം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ നിങ്ങൾ കളിക്കാനായിട്ടാണെ പോലും റിസോർട്ട്, പിന്നെ നിങ്ങൾക്ക് ഫുട്ബോളൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കുട്ടികൾക്കൊക്കെ വരുമ്പോൾ ചില്ലാനായിട്ട് അവിടെ ചെറിയൊരു ഗ്രൗണ്ട് സെറ്റപ്പ് ഉണ്ട്. ഇനി വൈകാതെ തന്നെ നെറ്റ് അടിക്കുമെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞ വിവരങ്ങൾ. അപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിള്ളേർക്കൊക്കെ കൂളായിട്ട് അവിടെ നിന്ന് ഫുട്ബോളൊക്കെ കളിക്കാവുന്നതാണ്. ഇവിടെയുള്ള നമ്മുടെ പയ്യന്മാരൊക്കെ ഉണ്ട്, ഇവന്മാരും കളിക്കുന്നതാണ്. അപ്പം ഇവിടെ വരുന്നവർക്ക് ഇവിടെ വരാം, എൻജോയ് ചെയ്യാം, പോവാം. വലിയ പേയ്മെന്റ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആ റിസോർട്ടിന്റെ നമ്പർ കിട്ടാൻ വല്ല വഴിയുണ്ടോ? കിടപ്പുണ്ടല്ലോ. ഇവിടെ ഒരു നമ്പർ കാണുന്നുണ്ട്. നമ്പർ എവിടെ? നമ്പർ ഇല്ലല്ലേ അവിടെ? ഇല്ല. നമുക്ക് ഗൂഗിളുണ്ടോ? അപ്പൊ ഇവിടെ ഉള്ള തങ്കമണി കോട്ടേജോ എന്നാ? അതെ, നമ്മുടെ ചെറുക്കൻ്റെ വീട് തൊട്ട് താഴെയാണ്. ഈ റിസോർട്ടിന്റെ തൊട്ട് താഴെയാണ് ഇവന്റെ വീട്. മൈക്കുണ്ട്. റിസോർട്ടിന്റെ തൊട്ട് താഴെയാണ് ഇവന്റെ വീട്. അപ്പോൾ നമ്മൾ ഇവനും കാണും നിങ്ങളുടെ കൂടെ. ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റിൽ പറയുക. ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിലൊക്കെ കമന്റിൽ പറയുക. ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ളവരാണ്. അതെ, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉള്ളവരാണ്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഓൾമോസ്റ്റ് ഈ ഒരു ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് ഈ തങ്കമണി മേഖലയാണ്. ഇവിടുന്ന് നമുക്ക് ഒരു 15 കിലോമീറ്റർ ചുറ്റളവിൽ ഒരുപാട് സ്പോട്ടുകളിൽ പോകാൻ പറ്റും. നമ്മുടെ കാൽവരി മൗണ്ട്, അതുപോലെ ഇടുക്കി ആർച്ച് ഡാം, പിന്നെ നമ്മുടെ അഞ്ചുരുളി, അങ്ങനെ നിരവധി അയ്യപ്പൻ കോവിൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. ഇടുക്കിയിലെ വ്യൂ പോയിന്റുകൾ ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഇതിന്റെ കുറച്ച് വീഡിയോസ് ഇതിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കണ്ട് എൻജോയ് ചെയ്യുക.